നീണ്ട 4 വർഷത്തെ പ്രയത്നത്തിന് ശേഷം ഞങ്ങൾ ഗ്രാജുവേറ്റ് ആവുകയാണ് guys. Convocation, what do you want to say? Two words for convocation. Fuck it. Yes. 2 words for convocation. Yes. Nothing to say. Bad convocation. Convocation is super. Thank you. He's saying something. He's saying something. I don't even know why we are here because we are not going on stage. They could have just informed so that we could just come and Fuck convocation. Fuck convocation. Yeah. Fuck convocation, guys. Fuck convocation. Welcome to my YouTube channel. പാടാണ് ബുദ്ധിമുട്ടാണ്. Okay, guys. Next Mercury Student Award. Shagar Santosh. Honorary award for performing extracurricular activities. അതെ. ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ കോൺവൊക്കേഷനാണ് ഹൈദരാബാദ്. അപ്പോൾ ഞാൻ കോൺവൊക്കേഷന് വന്നിരിക്കുകയാണിതാ. ഇവിടെ ഇപ്പോൾ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിവിടെ മേഘയുണ്ട്, പിന്നെ ഭരതനുണ്ട് ഗൈസ്. 5 മണിക്കാണ് ഗൈസ് ഇവിടെ പരിപാടി തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ റിഹേഴ്സലാണ്. ആക്സെന്റ് ഒക്കെ മാറിയില്ലേ? അതെ നിങ്ങൾ തന്നെ. എന്താണ് നിന്റെ പ്രശ്നം? എന്താ പറയേ? എനിക്കൊരു പ്രശ്നമില്ല. ഗൈസ് ദൃശ്യം വരുന്നുണ്ട് ഗൈസ്. ചോദിക്കാം. വരുന്നുണ്ട്. അല്ല അങ്ങനെയൊക്കെ പോവല്ലേ, നിങ്ങൾ ചോദിക്കട്ടെ. നീ ഒന്ന് ചോദിക്കട്ടെ. കല്യാണം കല്യാണത്തിന് വിളിക്കൂല നമ്മളെ. ദൃശ്യം അല്ല, അങ്ങോട്ട് നോക്കാം. പുതിയ മുടിയെ കാണിച്ച് നോക്കട്ടെ. അതാ ടെക് ഗ്രൂപ്പ് കയറിയപ്പോണ്ട്. എന്തിനാണോ അതെ, ടെക്കിന്റെ പകുതി വരില്ല. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ? സുഡു ഇല്ലല്ലോ അല്ലേ? അതെ, ടെക് ഗ്രൂപ്പ്. ഇതിൽ ആരെ നീ മിസ് ചെയ്യുന്നേ? സുഡു. ആരെ? സുഡു बहुत बड़ा मिसिंग. ഇവിടെ നോക്ക്. പോലെന്ന് ഏതാ അന്തിമോനെ. ചേട്ടാ ഒരു ബീഡി തരുമോ? നീണ്ട 4 വർഷത്തെ പ്രയത്നത്തിന് ശേഷം ഞങ്ങൾ ഗ്രാജുവേറ്റ് ആവുകയാണ് guys. ഞങ്ങൾ ഗ്രാജുവേറ്റ് 2024. അതാ ഈ കോളേജ് വിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. എന്താണ് അഭിമോനെ, നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഞാൻ നാളെ പോവാ. മോനെ, നിനക്ക് എന്താ പറയാനുള്ളത്? ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവുണ്ടാവില്ല. ശശിയെ ജോലി കിട്ടുകയില്ല. അതുകൊണ്ട് എല്ലാവരും ശേഖർകുട്ടി ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. അത് വളരെ മികച്ച ഒരു പോയിന്റാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ബൈ ഗൈസ്. വിജനമായ കോളേജിലെ വരാന്തകൾ, അതിനിടയിൽ സാറിനെ കാണാൻ പോകുന്നത് ഇനിയും നമ്മുടെ അമ്പിമോൻ ഓടി നടന്ന് കളിച്ച അങ്കണം. ഓടി നടന്ന് കളിച്ചാൽ അങ്കണം. ഇത് അങ്ങനെ ഒരു സ്ഥലം. ഇത് FD-യുടെ സ്വന്തം സ്ഥലം. എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിൽ ആൾക്കാരുണ്ടാവും. അതാണ് അവിടുത്തെ പ്രത്യേകത. ഇതൊക്കെ എന്താ? ഡൂഡിൽ യുവർ ഫേസസ്. കല്യാണ പെണ്ണ്. കൺഗ്രാജുലേഷൻസ്. കല്യാണത്തിന് വരാൻ പറ്റിയില്ല, സോറി. ഇതാണ് ഹൈദരാബാദിലെ രംഗണ്ണൻ. അതാ കല്യാണം കഴിഞ്ഞിട്ട് അഹങ്കാരമാണെന്ന് തോന്നുന്നു. മാർക്ക് ഷീറ്റ് എൻ്റെ തന്നിട്ടുണ്ട്. എനിക്കത് വേണ്ട, ഞാനിത് കീറിക്കളഞ്ഞോളാൻ. ഏതാ മൂടല്ലേ? കീറിക്കളഞ്ഞാലാ പറഞ്ഞു ദിവസം എൻ്റെ തന്നു. നമുക്ക് ഓരോന്ന് വിധം കയറണത് മൊത്തത്തിൽ കയറണം. ഏതാ വേണ്ടേ? ഓരോന്ന് വിധം കയറല്ലേ? നമ്മൾ ആദ്യം കയറുമ്പോൾ സെമസ്റ്റർ 1 ആണ്. അയ്യോ 8 പഠിപ്പില്ല കേട്ടോ. അതാണ്. അപ്പൊ നമ്മളിത് കീറുന്നതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. How's life going on, Sigma? Bro, life is going like crazy shit. Like it's like working 10 to 7 and like getting my
It's like crazy. Where are you working right now? I'm working in the company. It's called. It's a health brand. So they make all this. കോൺവൊക്കേഷൻ കൂടാൻ നമുക്ക് ഇവിടുന്ന് ഗോവയിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കൂ. സാർ ഗോവയിൽ എന്താ കൊണ്ടുവന്നത്? ബുള്ളറ്റ് 77. അതെ, എന്താണത്? കാഷ്യൂ ഫെനിയാണ്. ഫെനിയാണ്. ഓക്കെ, എന്നിട്ട് ഫെനി എവിടെ വെച്ചേക്കുന്നത്? അതിന്റെ ബാഗിലാണ്. ബാഗ് പൂട്ടിയിട്ടുണ്ടോ? പൂട്ടിന്റെ താക്കോൽ എവിടെ? അത് ഞാൻ ഗോവ വെച്ച് നമ്മളെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതാ പുതിയൊരു ഹെയർ സ്റ്റൈലുമായിട്ട് നമുക്ക് ഒരാളെ കിട്ടുന്നുണ്ട്. എല്ലാരും കണ്ടാണോ? നീ ഇതിൽ എവിടെയായിരുന്നു? എവിടെയായിരുന്നു? വെറുതെ പുറത്തു വരെ പോയതാ. ആരുടെ കൂടെ? ഗീക്ക അവിടെ പോയി. ഗീക്ക പറഞ്ഞോട് പോയതാ. എന്തിനാ പോയെ? ഊതിക്ക് ഊതറ ഒന്ന് പോടാ അവിടുന്ന്. ആന്റി, ഇവൻ സീട്ട് കളിക്കാൻ പോയതാ. സീട്ട് കളിക്കും വെള്ളടിക്കും അല്ലേ? ആണോ? കൈയടിക്കും. കോൺവൊക്കേഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്ന അതിന്റെ കൂടെ ജിമ്മിലും കയറി വർക്കൗട്ടും ചെയ്തിട്ട് വന്നേക്കുന്നത്. ഇവിടെ പമ്പ ഇതിപ്പോട്ട് നോക്കട്ടെ. ഒരു കാര്യം കാണിച്ചുതരാം. ഊതറ വെള്ളടിക്കാൻ പോവാണ് ഗൈസ്. വെള്ളടിച്ച് കോളേജിൽ വന്ന ഗ്യാപ്പിൽ പോയി വെള്ളടിച്ചിട്ട് വന്നാ. ഇവിടെ നോക്കടാ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അവിടെന്തായിരുന്നു? It was at this moment that he knew he fucked up. ഇത്രയും കാലം പഠിച്ചതിന്റെ എത്രയാണോ? അതാരാ? സെമസ്റ്റർ 1 ലോറ പാൽമർച്ച് എക്സ് ബോയ് ഫ്രണ്ട്. Jersey gifted, guys. Timmy, വയറിളക്കം മാറിയോ? ഓക്കെ ആണോ? तो गाइस वी आर बैक इन आवर YouTube चैनल. YouTube में डालेगा ना मैं चल. हाँ ठीक है गाइस, आज कॉन्वोकेशन है और ये देखिए कौन है हमारे साथ. hey convocation, what do you want to say? Two words for convocation. Fuck it. Yes, लोड़ा लग गई. 2 words for convocation. Fuck this shit. Yes, just 3 words. 3 words bro, sorry. 2 words for convocation. Mother showed. Mother chod. 2 words for convocation. Hey, why did it close? 2 words for convocation. 2 words. 2 words. Nothing to say. Bad convocation. Ready to go? Yeah. 2 words for convocation. Convocation is super. Thank you. He's saying mother chod. He's saying something. Abhijit, come here fast. 2 words for convocation. 2 words for convocation. I don't even know why we are here because we are not going on stage. They could have just informed so that we could just come and Fuck collect convocation. whenever we Fuck want. convocation. Yeah. Fuck convocation, guys. Fuck convocation. ഗൈസ്, കോൺവൊക്കേഷൻ ആണെന്ന് വിളിച്ചു വരുത്തിയിട്ട് സർട്ടിഫിക്കറ്റ് ഓരോരുത്തർക്ക് വീതം കൊടുക്കില്ലാന്ന് ഗ്രൂപ്പായിട്ട് വിളിച്ച് കയ്യിത്തെന്ന് പറഞ്ഞു വിടുന്നു. അതെ, എന്താണ് നാളെ കളിയാക്കും. അതെ, ആളെ കളിയാക്കുന്നതാണോ? അപ്പൊ നമ്മള് പോയിട്ട് ചോദിക്കാൻ പോകും ഡയറക്ടറിന്റെ അടുത്ത്. ഹൂസ് ദ ഡയറക്ടർ നൗ? മാലിനി സെൻസർ ചെയ്തോളാം. എവിടാ? ഫോണിലിരിക്കുന്നു ബ്രോ. പോസ്റ്റ് ചെയ്യണോ? സ്പാമാടാ. സ്പാം അകറ്റി എന്തോ പൊട്ടിയിരുന്നു. അതൊന്നുമില്ല. Just see convocation badge. Graduation badge. No department. No names. No names. Presenting sir. മാം ഇല്ല.
എയർപോർട്ടിലേക്ക് വണ്ടി ബുക്ക് ചെയ്യണം. എയർപോർട്ടിലേക്ക് ബസ് വിളി. ശിവൻ ടു എയർപോർട്ട്. വണ്ടി അപ്പൊ ഗൈസ് നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ തിരിച്ച് നമ്മൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി 3 മണിക്ക് തിരിച്ചു വരണം. പരിപാടി തുടങ്ങാൻ ഏകദേശം 5 മണിയാകുമ്പോഴത്തേക്കാണ്. അപ്പൊ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ കിടക്കിടാക്കി വേണ്ടെണ്ണം പോയതാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് അണ്ണനെ കാണുന്നില്ല. എനിക്കാണെങ്കിലും 3:30 കോളേജിൽ ചെല്ലാനുള്ളതാണ്. 3:30 ആവാറായി. ലൊക്കേഷൻ അവിടെ നടക്കും. ഞാനവിടെ കിടക്കും തോന്നുന്നു. നോക്കാം. താങ്ക് യു സോ മച്ച്. ഗൈസ് സലൂണിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ റൂമിൽ പോവാൻ. ഇനി ഫുഡ് അല്ലല്ലോ ഇത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് 4:45 കോളേജിൽ കയറണം. എല്ലാ ഗേറ്റ് അടയ്ക്കും. ലേറ്റാണ്. എന്ത് ചെയ്യുമെന്നറിയില്ല. എന്തായാലും കോളേജിൻ്റെ ഒരു ഇത് വെച്ചിട്ട് 4:45 പറഞ്ഞാൽ 5:30 ആവേണ്ടതാണ്. പക്ഷെ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല. ഭയങ്കര പഞ്ച്വലായിട്ടാണ് പരിപാടിയൊക്കെ പോകുന്നത്. പക്ഷെ രാവിലെ 10:30 ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ തുടങ്ങിയത് 10:30 ആയപ്പോഴാണ്. അത് വേറെ കാര്യം. എന്തായാലും നോക്കാം. കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാ? എങ്ങോട്ട്? എവിടെ പോക്കറ്റ് കാണിച്ചു. ഇവന് പോക്കറ്റ് കുത്തിയാണ്. എങ്ങോട്ടാ? ഓൺ ലൊക്കേഷൻ തള്ള കൊണ്ടുപോയി. നമ്മളിപ്പോ സീറ്റിംഗ് ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോകണ്ടെന്ന്. ഇതാ ഒന്നും പറയാനില്ല. കോൺവൊക്കേഷൻ തള്ള കൊണ്ടുപോയി. കോൺവൊക്കേഷൻ തള്ള നോക്കി അല്ലേ? ദൃശ്യ കോൺവൊക്കേഷൻ കൊണ്ടുപോയിരിക്കുന്നു ഗായ്സ്. എനിക്ക് പഴയ ഒരു ഫോട്ടോ തരുമോ? റെഫറൻസ് കാണിക്കാനാ. ഇല്ല വ്യൂവേഴ്സിന് മനസ്സിലാവില്ല. ബിഫോർ ആഫ്റ്റർ കൂടെ ഫോട്ടോ എടുക്കാൻ വന്ന തോമറിനെ പറഞ്ഞു വിട്ട ജസ്റ്റ് From FC, he don't know. This fucker is from FC. He don't know how to use Photoshop. You wasted 15 lakhs. I also wasted, but you wasted it more. Hello guys, subscribe to YouTube channel of Shekhar Anna. ആരും കൂടെ നിർത്തുന്നില്ല ഫോട്ടോ എടുക്കാൻ. എന്തുകൊണ്ടാണ് പറയൂ. ജസ്റ്റിന്റെ അടുത്ത് നിന്നോ? കുഴപ്പമില്ല. അതാ ലേറ്റ് ആയിട്ട് വന്ന ക്രമി. Good evening, class of 2020. ഓണാക്കിട്ടാ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അതാ നമ്മളെ കണ്ണു നോക്കുക. ഞാൻ ജീവിതത്തിൽ ആദ്യം ലെൻസ് വെച്ചിരിക്കുകയാണ് കാര്യം. എന്താണ് ഈ നിമിഷത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? പറയൂ. ഈ നിമിഷത്തില് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് പോലും കൈ കിട്ടാത്തതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. അതെ എന്തിനായിരുന്നു തന്നെ നമ്മളെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യും. ഇതിയുടെ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കിയത്. അതെ, ഗീതികയുടെ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഓടല്ല കണ്ട നിന്നെ കാണിച്ചില്ല. താങ്കൾ എന്താ നോക്കി നടക്കുന്നേ? ചായയും പരിപാടിയൊക്കെയുള്ള ചായ കഴിഞ്ഞ ചായയില്ല, ഫുഡ് മാത്രമേ ഉള്ളൂ. രാത്രി രാത്രി അങ്ങനെ പോയാലോ? സമയം നിന്ന്
അതെ ചായ. എടാ മൈനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. I didn't get the chai. അമ്പിമോനെ സുഖല്ലേ? അസുഖാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സമയം 5 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ പരിപാടിയാണ്. 5:30 തുടങ്ങിയിട്ടില്ല. മിനിസ്റ്റർ വന്നു എന്ന് പറഞ്ഞു. മിനിസ്റ്ററിനെ കാണാനില്ല. മിനിസ്റ്റർ സച്ച് എ ബിസി പേഴ്സൺ ദാറ്റ് ഹി ക്യാൻ യാക്ക് മറ്റേ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റൂല അത്ര എന്താല്ലേ അല്ലേ? എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? നിനക്ക് എന്താ പറയാനുള്ളത്? സർട്ടിഫിക്കറ്റ് തരുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബ്ലാക്ക് ജാക്കറ്റ് ഇവളോട് ചോദിച്ച് എന്നെ പറഞ്ഞാൽ മതി. കുട്ടി ബ്ലോഗ്സിലേക്ക് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, സർട്ടിഫിക്കറ്റ് കയ്യിൽ തരാത്തതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വളരെ മോശം അഭിപ്രായം. ഇത് 10,22,000 കൊടുത്ത് അച്ഛനും അമ്മേനെ നാട്ടുകാരെ മുഴുവൻ കൊണ്ടുവന്നിട്ട് സർട്ടിഫിക്കറ്റ് കയ്യിൽ തരുന്നത് കാണാൻ പറ്റും. ആലോചിക്കണം, ഇവിടെ ഈ വരാത്തവരുടെ കൂപ്പൺ ചോദിച്ച് വാങ്ങിച്ച് വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാരെയും കൊണ്ടുവന്ന 4 കൂപ്പൺ ഉണ്ട്. ഇനിയും 2 കൂപ്പൺ എനിക്ക് കിട്ടാനുണ്ട്. ഇത്ര ആൾക്കാരെ ഞാൻ ഒപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ മാത്രം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ്? 22,000 ചെലവ്, ബാക്കി എല്ലാം പോട്ടെ, പൈസ ചെലവ്. അതെ, അതെ, മിനിസ്റ്റർ അത് തിരിച്ചു കൊടുക്കണം എന്നാണ് കൊണ്ടുപറയുന്നത് അല്ലേ? വീട്ടുകാരൊന്നും ചാർമിനാർ കാണാൻ പോയി. ഇപ്പൊ വരും. അടുത്തൊരു സജഷൻ, നീളമില്ലാത്തവർക്ക് ഇത് കുറച്ച് ചെറുതാക്കി ഡിസൈൻ ചെയ്യണം ഗൈസ്. ഇത് നോക്ക്, എന്താ ഇത്? നീളമില്ലാത്ത എന്നെ പോലുള്ളവർക്ക് കുറച്ച് ചെറുത് ആയാൽ കൊള്ളായിരുന്നു. എന്തായാലും VV അല്ലേ, ചെറുതാക്കി കൂടെ? അടുത്ത തവണ തൊട്ട് കർച്ചീഫ് 4 മടക്കി കൊടുക്കാനാണ് കൊണ്ടുപറയുന്നത്. വരാൻ സാധിക്കാത്ത കൊണ്ടുവന്നിട്ടുണ്ട്. ഭരതൻ രജിത മാമിന്റെ അടുത്തിരിപ്പുണ്ട്. അതാ സുഡുവിനെ പൊക്കൊണ്ട് വന്ന് സാരി വെക്കുന്ന റെഡി നടന്നു പോകുന്ന ക്രിമി. ചാർമിനാർ ടൂറൊക്കെ കഴിഞ്ഞിട്ട് ഒരു ടീം വരുന്നുണ്ട്. Placement is an important indicator of campus performance. In the year 2024, അല്ല കുഴപ്പമില്ല, കറക്റ്റ് ടൈമിംഗ്. 61 students. എന്താ 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 പ്ലഡ്ജ് Commitment that whatever you have learned as an application and that you are committing today, that you will execute the same throughout your life. Please repeat along with me. मैं शपथ लेता हूँ कि मैं लगातार प्रयास करता रहूँगा कि मैं न्यायपूर्वक ईमानदारी एवं जिम्मेदारी के साथ अपना पेशगत कार्य करूँगा, कि मैं व्यक्ति विशेष को बनाए रखूँगा, कि अपने डिजाइन प्रबंधन एवं प्रौद्योगिकी के ज्ञान का उपयोग संस्थान के सम्मान के लिए और विस्तृत रूप से अपने देश और मानवता की तरक्की के लिए कार्य करूंगा। मैं अपने व्यवसाय में राष्ट्रीय मूल्यों और नैतिक आचार विचार का समर्थन करूंगा। Class of 2024, who scored the highest CGPA across all semesters with a certificate, a cash prize of 11,000 rupees and a gold medal. The third category is a special award of extraordinary service, and it is presented to one student from the campus with a certificate, a cash prize of 11,000 rupees and a gold medal. The fourth category is the best student of the place to receive the award.
ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം, ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നുള്ള ആളെ സാക്ഷി പുണ്യാണി ആയിരിക്കും. ഡൗട്ടുണ്ടോ? നിനക്ക് ഡൗട്ടുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ നിന്നുള്ള സാക്ഷി പുണ്യാണി ആയിരിക്കും. ഒരു ഡൗട്ടില്ല? ശേഖറാണ് നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. അത് ആ ഡൗട്ട് വരാം, പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷെ ശരിക്കും സാക്ഷി പുണ്യാണിയാണ്. Second prize goes to Aisha Verma. അത് റുസ്ലയ്ക്ക് കിട്ടുമെന്നായിരുന്നു, റുസ്ലയ്ക്കും ക്രമിക്കും കിട്ടുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്റെ നിഗമനം തെറ്റിച്ചുകൊണ്ട് കിട്ടാൻ പോകുന്നത് ഭരതനാണ് ഗൈസ്. അതെ, കേടിക്ക് ഭരതനാണ് പോകാൻ പോകുന്നത്. ബോയ്സ് ടീം ഭരതനാണ് ഗൈസ്. From the knitwear design department, first prize goes to Sakshi Punyani. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്നതാണോ? സെക്കൻഡ് പ്രൈസ് ഗോസ് ടു പരിദീഷ. From the knitwear design department goes to Paridisha. അത് ഷിജിനക്ക് കിട്ടേണ്ട പ്രൈസ് ആയിരുന്നു. സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ ഗോസ് ടു ഭരതൻ. Thank you, ma'am. Best Student of the Year award for the batch of 2024 goes to Anvesha Kalita. ഭരതൻ കരയുന്നു. സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ പോയെന്ന് പറഞ്ഞാൽ കരയുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ പഠിച്ചെഴുതിയെടുക്കാം. കരയില്ലേ? How much money? I can see myself. Wow. How much money? Oh, you got a medal. 13 plus 11. Hello, Megha. Bye. അതാ FC പോയിട്ട് ജോബിനെ ടിവിയിൽ കാണാം ഗൈസ്. FC going on. അടുത്തത് ഞങ്ങളാണ് ഗൈസ്. Group photograph. ഫോട്ടോ എടുക്കാൻ പോകുന്നു. എന്റെ ഫോട്ടോ എടുത്തോ? കാണിച്ച ഫോട്ടോ കാണിച്ചാ എന്റെ നീ സോളോ എടുത്തില്ല. എന്റെ സോളോ നീ ഗ്രൂപ്പിൽ നിൽക്കണം. ഇത്രയും പേരിൽ ഞാൻ മാത്രമാണ് നിന്നിട്ട് നീ എന്റെ അടുത്തില്ലല്ലേ? ചാർമിനാർ എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. നമുക്കൊരാളെ കളഞ്ഞു കിട്ടി. ശേഖരൻകുട്ടി വ്ലോഗ് കളഞ്ഞു കിട്ടി ഗൈസ്. സുഡുവിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ 100 രൂപ. ആർക്കും നോക്കാം, ആർക്കും എടുക്കാം. 100 രൂപ. ഫോട്ടോഗ്രാഫറായിട്ട് നമുക്ക് ഇന്നിവിടെ ഉള്ളത് പ്രണവ് പി സി. ഗായ്സ് പരിപാടിയൊക്കെ പിരിച്ചു വിട്ടപ്പോ നമുക്കിവിടെ ഫേവറേറ്റ് ജൂനിയേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ്. എവിടെ ആരാണിത്? നിങ്ങളുടെ പേര് പറഞ്ഞു. ഒരു കാര്യം പറയാൻ പറഞ്ഞത്, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, ഞാൻ പാസ്സായി ഗൈസ്. സ്റ്റേജിൽ ഇറങ്ങാൻ ഉദ്ദേശമില്ലേ? എപ്പോഴാ ഫെനി പൊട്ടിക്കുന്നത്? എപ്പോഴാ ഫെനി? ഓക്കെ. അതെ, എന്റെ സർട്ടിഫിക്കറ്റ് കാണാൻ കേടിയിൽ നിന്ന് കൺമണി വന്നിട്ടുണ്ട്. കൺമണിക്ക് എന്താണ് പറയാനുള്ളത്? I don't know how I'm gonna end up, guys. Like, you know, like you're like Shaker, guys. Be like Shaker. So failure. Sophie. TD അല്ലേ മോളെ? TD അല്ലേ നീ? മാറ്റും ചട്ടങ്ങളെ. പിന്നെ ഒരു കാര്യം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ശേഖരൻകുട്ടി വ്ലോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക guys. വളരെ മികച്ചൊരു ഇതാണ്. നല്ല കട്ടിയുള്ള കടലാസ്. ഒരു എത്ര MM ഉണ്ടാവും അത്? നല്ല GSM ഉണ്ട്. ഇത് ഹിന്ദിയിൽ എഴുതിയൊന്നും മനസ്സിലാവും. 4 വർഷം കൊണ്ടത് പഠിച്ചില്ലേ? അതെ. കൊണ്ടോ
ചെറിയ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഗൈസ്? നമുക്ക് US ഒരു സബ്സ്ക്രൈബറിനെ കിട്ടി ഗൈസ്. ചെന്നൈന്ന് ട്രെയിൻ കയറി വന്നാണ് ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയത് കാണാൻ. ഞാൻ കണ്ണ് നിറഞ്ഞു പോയി കണ്ടിട്ട്. എന്തിനാ ഇത് നമ്മുടെ ഈജിപ്ത് മെയിൻ എന്റെ ആകെയുള്ള ഒരു എതിരാളി, ചളിയിൽ എന്റെ ആകെയുള്ള ഒരു എതിരാളി. അങ്ങനെ നല്ല രസമില്ലാത്ത ഫുഡായിരുന്നു. തീരെ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. നിങ്ങൾ അത് കാണുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോമി ഫുഡ് കഴിച്ചോ? ടോമി കഴിച്ചോന്ന് പറയാം. ഐസ്ക്രീം കഴിഞ്ഞാൽ നമ്മൾ നേരെ ടോമിയുടെ ബുള്ളറ്റ് അടിക്കാനായിട്ട്, ഏതോ ഫെനി അടിക്കാനായിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. ആദ്യം നമുക്ക് ബാഗ് കുത്തി തുറക്കണം അല്ലേ? ചുറ്റി കിട്ടണം ആദ്യം ചുറ്റി കപ്പി. ദിവസം പോയി കിട്ടിയ നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഫുഡ് സൂപ്പർ. ഫുഡ് എങ്ങനെയുണ്ട്? പറയൂ, ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ടോ? എന്നാ വാ. ആരെ വേണം? ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഒരാളെ മറന്നുപോയി. അപ്പം അവനെ കൂട്ടാൻ പോവുകയാണ്. ലെറ്റ്സ് ഗോ. നമുക്ക് പോയിട്ട് ആളെ കൂട്ടിയിട്ട് വരാം. ഇല്ലടാ, അങ്ങനെ നമുക്ക് വീട് കിടന്ന വീട് കിട്ടി. നമുക്ക് അണ്ണനായിട്ട് നമുക്ക് പോയിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം ഗൈസ്. നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുകയാണ്. സുഡിനെ പ്ലേസ് സുഡിന്റെ സുന തട്ടരുത് കേട്ടോ. സുഡിന്റെ സുന തട്ടരുത്. ഓക്കെ, ബാക്കിലേക്ക് വിടും. ഓക്കെ ആ ഞാനുള്ളതില് ഹലോ ഗായ്സ്, എല്ലാവരും 300 പേരെ കൂടെ വിളിച്ചോട്ടെ. ലൊക്കേഷൻ ഒന്നും പറയല്ലേ? ഒരു 300 പേരെ കൂടെ വിളിച്ചോട്ടെ എന്റെ സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, ടോമിയുടെ ചേച്ചിയുടെ കല്യാണമാണ് ഗൈസ്. പെനിയില്ല. ഓക്കെടാ, കല്യാണം മാറ്റി വെച്ചു. അപ്പൊ ടോമി അങ്കിൾ പറഞ്ഞിട്ട് പോയാ മതി. എന്താ നിനക്കെന്താ പറയാനുള്ളേ? പറ. 1 million soon guys, 1 million. ആ, അത് നല്ലൊരു മുന്നേറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എന്താണ് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വളരെ താങ്കളും ഒരു നാൾ ഗ്രാജുവേറ്റ് ആവും. അപ്പൊ താങ്കൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആയപ്പോൾ നിങ്ങളായിരുന്നല്ലോ തേർഡ് ഇയേഴ്സ്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ തേർഡ് ഇയേഴ്സ് ആയല്ലോ. ഇപ്പൊ ഞങ്ങൾ തേർഡ് ഇയേഴ്സ് ആയല്ലോ. റീച്ചലെ പറയൂ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്നെ കാണാൻ വേണ്ടി ഓടി വന്നതല്ലേ? പറയൂ, അത് പറഞ്ഞിട്ട് പോകും. വെൽക്കം ബാക്ക് ടു പറ അത് പറഞ്ഞിട്ട് പോകും. ഗ്രാജുവേറ്റ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ഞാൻ പാസ്സായി. പറയൂ റീച്ചൽ, നീ പറയൂ. ഇപ്പൊ ഒന്നും പറഞ്ഞാൽ മതി. ഇക്കയുടെ വീഡിയോ എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിനക്കെന്താ പറയാൻ ബുദ്ധിമുട്ട്? പറഞ്ഞു പറയിപ്പിച്ചതാണ് എന്ന് ഒട്ടും തോന്നിയില്ലല്ലോ. ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനും വരാം എൻ്റെ കൂടെ. പരിപാടി പിടിച്ചോണ്ടിരിക്കുന്നു. സെക്യൂരിറ്റി വന്നു ഗൈസ്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ഗൈസ്. സുഡു എല്ലാവരും പറയുന്നു ബായ് പറയാൻ പറഞ്ഞു. ഓക്കെ ബായ്. അപ്പോൾ നമുക്ക് പോവാം. പുറത്തേക്ക് ഇറങ്ങിയാണ് ഗൈസ്. അങ്ങനെ
ഈ കോളേജിന് വിടാം. എന്നാലും ഞാൻ അടുത്ത കോൺവെർജിന് പോകും ഷിലോങ്ങിൽ. എന്തൊക്കെയാണെങ്കിലും ഞാൻ അടുത്ത ഷിലോങ്ങിൽ കോൺവെർജിന് പോകും. ഷിലോങ് കറങ്ങും ചെയ്യും, നാഗാലാൻഡ് പോകും, പട്ടികർച്ചി അതെ അതെ, ഇവന്മാര് പറയുന്നു നീ എന്തായാലും ഇവരുടെ കോൺവൊക്കേഷൻ വരണമെന്ന്. അങ്ങനെ മറ്റേ നമ്മുടെ ഹൃദയത്തിലുള്ള ആ മുറിയുടെ താക്കോലി ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷെ അതുപോലെ ഒരു ഭിത്തി ഞങ്ങൾക്ക് കിട്ടി. എഴുതിക്കോ. മനസ്സേ മനസ്സേ തൈര് സാധനം കഴിച്ചാലോ? ഞങ്ങക്ക് സീക്രട്ട് റൂമില്ല ഗൈസ്. തൈര് സാധനല്ല, താമ്പാർ സാധനം. ഇത് എഴുതിയിട്ട് നാളെ കയറി കളയാനുള്ളതാ. ഐ ഫൗണ്ട് സം ബെസ്റ്റ് ഹാർട്സ് ഇൻ ദ. Oh my god. Oh my god. അതെന്നെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. I miss. പഴയ കുറച്ച് ക്ലിപ്സ് എൻ്റെ കൂടെ ആഡ് ചെയ്തോട്ടെ. ഏത് ക്ലിപ്സ്? 2:15. But it is true guys. തമന്നെ അവനോട് ശരിക്കും താങ്ക്സ് പറഞ്ഞിരുന്നു അല്ലേ? അങ്ങനെ പഠിത്തം കഴിഞ്ഞു, കോളേജിൽ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. വിഷമുണ്ടോ മാഷേ? കുറച്ചില്ലേ? ഊതറ 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 ഊതറ. ജോലി കിട്ടുകയില്ല, അതുകൊണ്ട് എല്ലാവരും ശേഖരൻകുട്ടി ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. അത് വളരെ മികച്ച ഒരു പോയിന്റാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ബൈ ഗൈസ്.